ഹംസക്ക ഇത്തിരി ധൃതിയിട്ടിട്ടായിരിക്കേ. തരാൻ നായരെ 2 കൈയല്ലേ ഉള്ളൂ. സഹായത്തിന്റെ ആളെ വെച്ചിട്ടുണ്ട്. നോക്കിയിരിക്കുമ്പോ ഓനെ കാണില്ല. 1 കിലോ അല്ലേ വേണ്ടേ? നീ ഇതെവിടെ നിരങ്ങാൻ പോയതാടാ? ഒരു ചായ കുടിക്കാം. അപ്പൊ കുറച്ചു നേരം മുമ്പ് നീ എങ്ങടാ പോയത്? അത് മൂത്രമൊഴിക്കല്ലേ? മൂത്ര ഒഴിയും ചായ ഒടിയും. പണിയെടുക്കാണ്ട് നേരം കളയണം. എനിക്കാണ്ട് ഇറച്ചി വിട്ട് കൊടുക്കടാ. എത്ര? 1 കിലോ. അതെ, എല്ലില്ലാണ്ട് എടുക്കണം കേട്ടോ. അപ്പൊ എല്ലെന്ത് ചെയ്യും? എന്റെ നായർ ഇത്തിരി എല്ലൊക്കെ തിന്നണം, എന്നാൽ എല്ലിലും നട്ടലിനൊക്കെ ഒരു ഇതുണ്ടാവും. ഓ, നിന്റെ എല്ലിന് നല്ല ബലമാണല്ലോ. എന്തേ എത്ര പേരെ ഇടിച്ച് ചോര തുപ്പിച്ച കൈയാണെന്നറിയത്? നമ്മുടെ ചത്തുപോയി കീരിക്കാടൻ ജോസ് ഞാൻ തമ്മിൽ പല പ്രാവശ്യം വിട്ടിട്ടുണ്ടല്ലോ. എന്റെ മേലൊന്ന് പോറിയിട്ടില്ല. നീ ഓടിയിട്ടുണ്ടാവും. ഓട് ഹൈദ്രോസിന്റെ ചരിത്രത്തിലില്ല. കാര്യം ഹൈദ്രോസ് മര്യാദക്കാരനായിട്ട് പണിയെടുത്തിനാന്ന് വെച്ച് പഴയ ചങ്കൂറ്റൊന്നും കളഞ്ഞു വിളിച്ചിട്ടില്ല. പറഞ്ഞപ്പോഴാ ഓർക്കണേ. നീ പോയപ്പോ ആ സേതുമാധവൻ എന്നെ തിരക്കി വന്നിരുന്നു. ആര്? സേതുമാധവൻ എന്നെ തിരക്കിയോ? എന്തിന്? എനിക്കറിയോ. കുറച്ചു കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു. ഓ, പെട്ടെന്നൊരു വയറുവേദന. ഹംസക്ക ഒന്ന് വിളിക്കുന്നിട്ട് വരട്ടെ. പണി കഴിഞ്ഞിട്ട് പോയാ മതി. സേതുമാധവൻ അന്വേഷിച്ചു എന്ന് അറിഞ്ഞുകൊണ്ടാവും വയറ്റുവേദന. ഡോ വേണ്ട, കളിയാക്കണ്ട. ഹൈഡ്രോസിന്റെ പഴയ സ്വഭാവം എടുപ്പിക്കല്ലേ. ചീത്ത ഹൈഡ്രോസ് മഹാപശക. ഹംസക്ക, അവൻ പോക്രിത്തരത്തിനാ വരുന്നെങ്കിൽ നാളെ ഒരു കടയിലേക്കാൻ വേറെ ആണോ വെക്കോ? വെട്ടിയാന്ന് ഓർക്കും. സെൻട്രൽ ജയിലേ എനിക്കൊക്കെ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാ. ഹൈദ്രോസ വേണ്ട, ബുദ്ധിമോശം കാണിക്കല്ലേ. എന്നെ തടയരുത് ഹൈദ്രോസ. കാച്ചു ഞാൻ. ഹൈദ്രോസ ഹൈദ്രോസ നിക്കണ അവിടെ. എന്താ നീ കാണിക്കണേ? നിന്റെ തന്തനെ. എടാ, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. നിനക്ക് എന്റെ കൂടെ നിൽക്കാമോ? എനിക്ക് ശരിക്കൊന്ന് ജീവിക്കണോടാ. ഇനി നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ ചങ്കൂറ്റമുണ്ടോ? ഇതെന്ത് പട്ട? അന്നെന്റെ വീട്ടിൽ വന്ന് വിളിച്ചില്ലേ? ആ ജോലി എനിക്ക് വേണം. എന്താ ആലോചിക്കുന്നത്? ബുദ്ധിമുട്ടാണോ? ഏയ്, അതല്ല. നിങ്ങളുടെ റേഞ്ചിൽ ഒരുത്തനും കള്ളവാറ്റ് നടത്തില്ല. നടത്തുന്നവന്റെ കൈ ഞാൻ വിട്ടും. നിങ്ങളെ ഞാനെന്ന് ആവശ്യപ്പെട്ടത് നിങ്ങളുടെ തടിമിടുക്കും ആരോഗ്യവും കണ്ടല്ല. നിങ്ങളെക്കാൾ തടിമിടുക്കുള്ളവര് എന്റെ കൂടെ ഉണ്ട്. നിങ്ങളുടെ പേര് കീരിക്കാടനെ കൊന്നവൻ. ആ പേരും ഭയവും ആളുകളുടെ ഇടയിൽ ഉണ്ടാവണം. അതിപ്പോ ഉണ്ടോ? പിന്നെ സേതോട്ടിന്റെ പേര് കേട്ടാ ഞെട്ടും. കീരിക്കാടന്മാര് കൂലിക്കൊണ്ടുവന്നവര് ഈ പരുവത്തിലാക്കിയ കാര്യം നാട്ടുകാർക്ക് അറിയില്ലേ? ഇപ്പോ അധികം ആരും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞോളൂ. മുഖത്ത് നല്ലൊരു സമ്മാനം കിട്ടിയിട്ടുണ്ടല്ലോ. അതിന് ഞാൻ പകരം വീട്ടും. കൊല്ലൊന്നും ചെയ്യരുത്. അതിന് താഴെ എന്തു ആവാം. ഞാനുണ്ടാവും സഹായത്തിന്. എന്നോട് ആത്മാർത്ഥത കാണിച്ചാൽ തിരിച്ചു അതുണ്ടാവും. എടാ, കീരിക്കാടൻ ജോസ് ആളായിരുന്നടാ. പുറകെന്ന് കുത്തില്ല. തന്തയ്ക്ക് പറഞ്ഞവനെ നീ എന്നെ കൂലിക്ക് തല്ലിച്ചു. ഞാൻ നിന്നെ നാട്ടുകാരുടെ മുന്നിട്ട് അടിക്കും.
തോമസ് ഏട്ടനെ ചോദിച്ചേ സേതുമാധവൻ തല്ലി തവിട് പൊടിയാക്കുന്നു. എവിടെ? ടൗണില്. വേണ്ട, ഒന്നും ചെയ്യരുത്. വേണ്ട. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി ഒരുത്തരെ ദേഹത്തോട്ടാ ഞാൻ അവനെ കൊന്നിട്ടേ പോവും. ഇത് പഴയ സേതുമാധവനല്ല, കൊന്നും കൊടുത്തും പേര് തീർന്നവനാ. മാറിക്കടോ. എന്താ? എന്താ? എന്താ പോലീസ്? എനിക്കറിയില്ല. എന്താ സാറേ? തനിക്കറിയില്ലല്ലേ? തന്റെ മോനെന്താ അവിടെ ഗുണ്ടായസം കളിക്കാൻ നോക്കാം? ഈശ്വര, സേതു എന്തുവാ ചെയ്തത്? ഇവിടെയെങ്കിലും ഇല്ല സാർ. എവിടോ തന്റെ മോൻ? ഞങ്ങൾക്ക് അറിയില്ല സാറേ, അവനോട് വരാറില്ല. അവൻ എന്ത് കുറ്റം ചെയ്തത് സാറേ? ഒരു കാര്യം മനസ്സിലാക്കിയോ, അവൻ എന്റെ രക്ഷപ്പെടില്ല. ഏത് നരകത്തിൽ പോയി വിളിച്ചാലും ഞാൻ പിടിക്കും. പിന്നെ നല്ല നിലയിൽ അവനെ നിങ്ങൾക്ക് കിട്ടില്ല. സാറിന് ഇഷ്ടം പോലെ ചെയ്യാം. എന്താ ഉണ്ടായെന്നൊന്ന് അന്വേഷിക്കച്ചാ. എന്തിന്? ലോകത്ത് പലതും ഉണ്ടാകുന്നുണ്ട്. എനിക്കതൊന്നും അന്വേഷിക്കാൻ നേരമില്ല. എന്തൊക്കെ ഞാൻ കാണണം എന്റെ ഈശ്വര. കരയണം എന്തിനാടി? നമുക്ക് അങ്ങനെ ഒരു മോനില്ല. ഉണ്ടായിരുന്നു, ചത്തുപോയി. എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. ഭക്ഷണമൊക്കെ കഴിച്ചോ? ഇല്ല. അപ്പോ നാളെ എന്റെ വക്കീൽ വരും. പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും. ആ ഇടിയഞ്ചോൺ ആള് മഹാചെറ്റയാ. കൈ കിട്ടി ഇടിച്ച് പഞ്ചറാക്കും. ഹേയ്, അതൊന്നുമില്ല. ഞാൻ ഡിവൈഎസ്പി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ട ആളാ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പേടിയൊന്നുമില്ല എനിക്ക്. ഏതായാലും രാമപുരത്താകെ ഒരു ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. ഈ ചൂടില് ആ റേഞ്ച് മൊത്തം ഒന്ന് കറങ്ങണം. സേതുമാധവൻ എന്റെ ആളാണെന്ന് നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. എന്താ? കറങ്ങാം. എന്നാ പിന്നെ ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങിക്കോ. ആ പിന്നെ മറ്റോ വല്ലതും വേണമെങ്കിൽ മാറി പറഞ്ഞാൽ മതി. ശരി. ആ അപ്പോ പറയല്ലേ? എന്താ? മറ്റവൻ ഉള്ളിൽ വല്ല പേടിയോ വേവലാതെ ഉണ്ടെങ്കിൽ നല്ലതാ. നല്ല ഉറക്കം കിട്ടും. എന്താ പറയണ്ടേ? ബ്രാൻഡിയോ വിസ്കിയോ റമ്മോ? ഏതും. ഒരു 100 കൂടെ എടുക്കട്ടെ? വേണ്ട, ഒരു ധൈര്യത്തിന് ഇത് മതി. എനിക്കോ? അല്ല, ഒരു ധൈര്യമായില്ലേ? ഒരു പോലീസ് സ്റ്റേഷനിലേക്കും കോടതിയിലേക്കും നമ്മൾ പോകുന്നത്. അതുകൊണ്ടല്ലേ സാർ ഇത്തിരി ധൈര്യം വേണം തോന്നിയത്. സാർ, ഇയാളെ പോലുള്ള ചെറ്റകളെ സല്യൂട്ട് ചെയ്യേണ്ടി പറഞ്ഞാൽ നമ്മളെ പോലുള്ള ഒരു ഗതികേട്. കുത്തിക്കൊന്നാലും ബലാത്സംഗം ചെയ്താലും പിടിച്ചു പറിച്ചാലും അപ്പൊ ഒരു ഫോൺ. CI മൂലം മേലോട്ട് അയച്ചു വരെ, മുഖ്യമന്ത്രി മൂലം താഴെ കച്ചത്ത് ഡയറിയും വെച്ച് നെഞ്ഞത്ത് പേനയും കുത്തി കിടക്കണ ഊച്ചാളി രാഷ്ട്രീയക്കാരൻ വരെ. സാർ, നമ്മളൊന്നും വിചാരിച്ചാൽ ഈ നാട് നന്നാവില്ല. ഇതൊരു ജോലി, അങ്ങനെ വിചാരിക്കാൻ നല്ലേ. ഞാൻ അഡ്വക്കേറ്റ് സക്കറിയ തോമസ്. സാർ, യോ സാറുമാരെന്താ വന്ന കാലം നിക്കണേ?
ഇരുന്നാലും വേണോ വേണ്ട അല്ലേ? നിനക്ക് ഇരിക്കണമല്ലടാ. ഇരുത്താൻ തന്നെ ഞാൻ. DYSP വിളിച്ചിരുന്നല്ലോ അല്ലേ? ഇവരെ കോടതിയില് അറിയാം. ഇവരുടെ ദേഹത്ത് തുടരുന്ന ഉത്തരവുള്ളൂ. സംസാരിക്കാം, അതിന് വിലക്കൊന്നുമില്ല. എന്താടാ നെറ്റിയിലൊരു വെട്ട്? നഖം കൊണ്ട് പോറിയതാ. കളിയാക്കാ നീ എന്നെ? അല്ല സാർ, സാറിനെ പോലുള്ളവരെ ഇതൊന്നും കാണുകയും അറിയുകയും ചെയ്യില്ല. ചത്ത് വീഴുമ്പോഴേ അറിയും. പക്ഷെ കാശുള്ളവന്റെ മേത്തൊരു ഇടി വീണാൽ വാടക്കടാ. നീ ചാരായം കുടിച്ചിട്ടുണ്ടോ? ആ, ചാരായ കമ്പനിയിൽ പണിയെടുക്കും പിന്നെ ചായ കുടിക്കാൻ പറ്റും. തെണ്ടി, ചാരായം കുടിച്ച് പോലീസ് സ്റ്റേഷനിൽ വിലസാ നീ. സാർ DYSP വിളിച്ചറിഞ്ഞ് ഇത്തവണ നീ തടി വരും. പക്ഷെ നീ എന്റെ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. നിന്നെ എന്റെ കയ്യിൽ കിട്ടും. അന്നെ നട്ടല്ലേ ഓടിക്കും. അമിതേ, ഞാൻ പോണു. എന്താ വേണ്ട ചെയ്തു കൊടു. നീ എന്ത് വിചാരിച്ചാ സേതുമാധവ ഇറങ്ങി തിരിച്ചിരിക്കണേ? അങ്ങോട്ട് നിന്റെ തടി വരക്കാക്കും. പേടിപ്പിക്കല്ലേ സാറേ. 2 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ കയറിയാ തീർന്നു ആ പേടി. കോടതി ഹാജരാക്കി എന്നെ വേഗം വിടാൻ നോക്ക്. എനിക്ക് പോയിട്ട് കാര്യമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കയറ്റി എന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചടാ. നിന്നെ നിന്റെ അനിയന്മാര് ഇനി അടിക്കും ഞാൻ. ഒരുത്തരം എന്റെ ദേഹത്ത് വിടില്ല. കൂലിത്തല്ലുകാരോ ഇരുട്ടടിക്കാരോ ഉണ്ടെ കൊണ്ടുവാ, നോക്കാം നമുക്ക്. നിന്റെ വായിക്കാത്തുണ്ടോടാ പഴം തള്ളിയിട്ടുണ്ടോ? ഇനി എന്നോട് ബന്ധപ്പെട്ട ആരെങ്കിലും തൊട്ടാ ഈ കൈയുണ്ടല്ലോ അത് ചവിട്ടി ഓടിച്ച് ഞാനും എടുക്കും. ഒത്തടാ. ആശാനെ, വണ്ടി പിന്നാലെ വരട്ടെ, നമുക്ക് നടക്കാം. ആ SI ഇടിയൻ ജോൺ നമ്മൾ ഇടിച്ചല്ലൂരെന്ന് വിചാരിച്ചിരിക്കുന്നത് കാണട്ടെ അവര്. വണ്ടി നമ്മുടെ ചാരാ ഷാപ്പിന്റെ മുന്നിലേക്ക് കിട്ടോ. വണ്ടി എടുക്കും. ആരെങ്കിലും ഉണ്ടെങ്കിൽ തടുക്കണം. ഈരിക്കാരന്റെ അപ്പനോ അപ്പനോ അമ്മമ്മേ മക്കളോ പൊടിയോ ആരാള്? വാടാ. എടി, ആ തീ ഒന്ന് മറച്ചു വെക്കടി. നിന്റെ കഴുത്ത് കണ്ടിച്ചാണ്. നിന്റെ കയ്യം കൊട്ടേക്കട്ടെ. അയ്യോ, ഞങ്ങളെ രക്ഷിക്കണം. പണിയെടുത്ത് തിന്നാൻ പാടില്ലല്ലേ? ഞങ്ങളെ ഒന്നും ചെയ്യരുത്. ഞങ്ങൾ ഇനി ചെയ്യില്ല. എക്സൈസുകാരെ പോലെ തല്ലേം പിച്ചേം മാന്തോന്നും ചെയ്യില്ല. കൊന്നോളാം ഞങ്ങള്. എന്നെ മനസ്സിലാടാ. അറിയാം. ഇനി നിങ്ങൾ വാറ്റിന്ന് അറിഞ്ഞാലുണ്ടല്ലോ കഴിഞ്ഞാൻ പറ്റും. ദിവാകരൻ വന്നാൽ ഷാപ്പ് നടത്തുന്നത് പുണ്യം കിട്ടാനല്ല. മനസ്സിലായടാ? ആ പെണ്ണുങ്ങൾ പിടിച്ചോട്. കുഞ്ഞമ്മേ ഓടിക്കോടി. ആശാനെ, ദോഷം പറയരുതല്ലോ. നമ്മുടെ മുതലാളി ഉണ്ടാക്കുന്ന നിരക്കൽ നല്ല അസല് ചാരായം. കുടിച്ചോ.